അനിൽജി നമസ്തേ, ചാനലിലേക്ക് സ്വാഗതം. അനിൽജി, നമ്മൾ 2020 മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ ജെ.ബി. കോശി റിപ്പോർട്ട് എന്നുള്ള ആ ഒരു റിപ്പോർട്ടിനെ കുറിച്ചിട്ട്. എന്താണ് ഈ ജെ.ബി. കോശി റിപ്പോർട്ട്? കേരളത്തിലെ ക്രൈസ്തവരുടെ സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള മെച്ചപ്പെട്ട നിർദ്ദേശങ്ങൾ നിർദ്ദേശിക്കാൻ വേണ്ടി 2020 പിണറായി സർക്കാർ രൂപീകരിച്ച കമ്മീഷനാണ് മുൻ കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷൻ. അതിനകത്തെ അദ്ദേഹത്തിനോടൊപ്പം മറ്റു 2 വ്യക്തികൾ ഉണ്ടായിരുന്നു. മുതിർന്ന IAS ഓഫീസറായി വിരമിച്ച ക്രിസ്റ്റി ഫെർണാണ്ടസ്, നമുക്കറിയാം എറണാകുളത്തൊക്കെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ DGP ആയിരുന്ന ജേക്കബ് പുന്നൂസ്. ഇവർ 3 പേരും ആ കമ്മീഷനിലെ അംഗങ്ങൾ. അവർ കുറേയേറെ കാലമായി ഇവരുടെ റിപ്പോർട്ടൊക്കെ കൊടുത്തിരുന്നത് കേരളത്തിലെ ക്രൈസ്തവരുടെ ഉന്നമനത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്ക വിഭാഗം, ക്രൈസ്തവരിലെ പിന്നോക്ക ക്രൈസ്തവ വിഭാഗങ്ങളെ പറ്റി ഉദ്ദേശിച്ചാണ് പ്രധാനമായിട്ടും ആ റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരുന്നത്. ഇതുവരെ ഇവർ അനങ്ങിയിട്ടില്ല. കേരളത്തിലെ പിണറായി സർക്കാർ ഇത് നടപ്പാക്കണോ വേണ്ട എന്നൊന്നും അനങ്ങാതിരുന്നവര് മന്ത്രിസഭയുടെ അവസാനത്തെ യോഗത്തിൽ, എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, അവസാനത്തെ യോഗമായപ്പോഴേക്കും ഇതിനകത്തെ പ്രധാനപ്പെട്ട പല നിർദ്ദേശങ്ങളും, എനിക്ക് തോന്നുന്നു ഏകദേശം 238ഓളം നിർദ്ദേശങ്ങളാണ് ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിനകത്തുള്ളത്. അതിനകത്തെ പ്രധാനപ്പെട്ട പല കമ്മീഷൻ അവരുടെ നിർദ്ദേശങ്ങളും നടപ്പാക്കാന് പിണറായി സർക്കാർ തീരുമാനിച്ചു എന്നുള്ളതാണ് ഈ ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ജെ.ബി. കോശി റിപ്പോർട്ട് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നു. അങ്ങ് പറഞ്ഞ പോലെ തന്നെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ഒരു ന്യൂനപക്ഷ പ്രീണനം എന്ന് തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഇസ്ലാമിക ജിഹാദികളോടുള്ള പ്രീണനം ആരാണ് മുൻപന്തിയിൽ എന്ന് തെളിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ ഇടതായാലും വലതായാലും കാണിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ക്രിസ്ത്യൻസിനോട് കാണിക്കുന്ന അത് ഞങ്ങൾ തന്നെയാണ് ആദ്യം ചെയ്തു വരുന്നത് എന്ന് കാണിക്കാനാണ്. എങ്ങനെയാണ് അതിന്റെ ഒരു അപകടം എന്താണ് ഈ ജെ.ബി. കോശി റിപ്പോർട്ട് നടപ്പാക്കുന്നതിലൂടെ? അതല്ലെങ്കിൽ അതിന്റെ ന്യൂനതകൾ എന്താണ്? ആ അപകടങ്ങളൊക്കെ വിവരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഈ ഓരോ മതവിഭാഗങ്ങൾക്കും വേണ്ടിയും ഓരോ കമ്മീഷനെ വെക്കുക എന്ന് പറയുമ്പോൾ സാമൂഹ്യമായിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകും. കേരള സാഹചര്യത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും വിദ്യാഭ്യാസപരമായും വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം. അവർ പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഞങ്ങൾക്കൊന്നും ജാതിയില്ല. ഹിന്ദു മതത്തിലെ ജാതീയമായ പ്രശ്നങ്ങൾ നിമിത്തം ഒരു കാലത്ത് വേർപെട്ട് വന്നവരാണ് ഞങ്ങളിലുള്ള പലരും എന്നൊക്കെ തന്നെ അവകാശപ്പെടുമ്പോഴും ഇന്നും സവർണ ക്രൈസ്തവരും അവർണ ക്രൈസ്തവരും അല്ലെങ്കിൽ ലത്തീൻ കത്തോലിക്കരും അല്ലെങ്കിൽ പിന്നോക്ക ക്രൈസ്തവരും അല്ലെങ്കിൽ മർത്തോമ ക്രൈസ്തവനും പുലയ ക്രൈസ്തവനും എന്നൊക്കെ വ്യാപകമായ വേർതിരിവ് ക്രൈസ്തവ വിഭാഗത്തിലുണ്ട്. ഈ ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമ്പോൾ നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രാജ്യത്തെ സംവരണവുമായി ബന്ധപ്പെട്ട ചില വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ദിരാ സാഹിനി കേസിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്, ഏത് സമൂഹത്തിലാണെങ്കിലും സംവരണം 50% മുകളിലേക്ക് പോകാൻ പാടില്ല. ഈ ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് പറയുന്നത് എന്താണ്? കേരളത്തിലെ പിന്നാക്ക ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഇപ്പോൾ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ 4%. ആ 4% സംവരണം എന്നുള്ളത് 6% വർദ്ധിപ്പിക്കണം. പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്ന് അതാണ്. അതേപോലെ തന്നെ ഈ സ്വാശ്രയ മെഡിക്കൽ, നഴ്സിംഗ്, എഞ്ചിനീയറിംഗ് കോളേജുകളിലെ നിലവിലെ 50% വരുന്നതാണ് സർക്കാർ കോട്ട. ബാക്കി 50% പലവിധമായിട്ടുള്ള റിസർവേഷനും മൊത്തമൊക്കെ പോകുന്നത്. ഈ 50% വരുന്ന സർക്കാർ സീറ്റിലെ 20% കമ്മ്യൂണിറ്റി കോട്ടയാക്കണം. ബാക്കി 50%-ലെ 30% പൊതു കമ്മ്യൂണിറ്റി കോട്ടയും 20% ആരാണോ മാനേജ്മെന്റ് ആയിട്ടുള്ളത് ആ സമുദായത്തിനും കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ സ്വാശ്രയ മേഖലയിൽ പ്രബലമായിട്ടുള്ള വിഭാഗം ക്രൈസ്തവ വിഭാഗം തന്നെയാണ്. ഈ ആനുകൂല്യം ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതോടുകൂടി ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം പ്രാമുഖ്യം ലഭിക്കും. ഇതൊന്നുമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്നത്. ഞങ്ങളുടെ പ്രസ്ഥാനം, സംഘടന, വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയുള്ള ഹൈന്ദവ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്ക ഉളവാക്കുന്ന കാര്യം, 1947 മുമ്പ് തന്നെ ഹിന്ദു മതത്തിൽ നിന്ന് പരിവർത്തനം ചെയ്ത ക്രൈസ്തവർക്കായിരുന്നു നാളിതുവരെ സംവരണം. 1900 സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ. ഇനി അത് മാറിയതിനു ശേഷം ലത്തീൻ കത്തോലിക്ക ബിഷപ്പുമാരെ ഒരു കത്ത് കൊടുക്കുകയാണ്, ഇന്ന വീട്ടിലെ ഇന്ന ആള് ലത്തീൻ കത്തോലിക്ക വിശ്വാസിയാണ് എന്നൊരു കത്ത് കൊടുത്താൽ ആ കത്ത് പരിഗണിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നുള്ളതാണ് ജെ.ബി. കോശി കമ്മീഷനിലെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം. അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ കേരളത്തിലെ മതപരിവർത്തനത്തിന്റെ തോത്, പ്രത്യേകിച്ച് ഈ പിന്നാക്ക വിഭാഗങ്ങളിലെ ആൾക്കാരെ ലത്തീൻ കത്തോലിക്കരാക്കി ഒരു ബിഷപ്പ് തീരുമാനിക്കുകയാണ്, ഇന്ന വീട്ടിലെ ഇന്ന ആള് ലത്തീൻ കത്തോലിക്ക വിഭാഗക്കാരനാണ്, അതുകൊണ്ട് അയാൾക്ക് സംവരണത്തിന് അർഹതയുണ്ട്, അതുകൊണ്ട് വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടാൽ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ വ്യാപകമായ രീതിയിലുള്ള
വലിയൊരു മതപരിവർത്തനത്തിനുള്ള ശ്രമം ഇതിന്റെ മറവിൽ കൂടി കേരളത്തിൽ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഇനി തൊട്ട് പിണറായി വിജയൻ കൽപ്പിച്ചിരിക്കുകയാണ്, കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക ബിഷപ്പുമാരെല്ലാം ഇനി തൊട്ട് റവന്യൂ അധികാരമുള്ള കളക്ടർമാരാണ് എന്ന രീതിയിലാണ് ഈ ഉത്തരവ് നടപ്പാക്കുമ്പോൾ സംഭവിക്കുന്ന വലിയൊരു അപകടം. താങ്കൾക്കറിയാം, കേരളത്തിൽ ക്രിത്താർട്സ് എന്നൊക്കെ പറഞ്ഞ ചില ഏജൻസികളുണ്ട്. ഒരാളുടെ ജാതി ഗോത്രമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവരാണ് ഈ ഓരോ ജാതിയുടെയും ഉപജാതിയുടെയും ഗോത്രങ്ങളുടെയും ഒക്കെ വേരുകൾ കണ്ടുപിടിച്ച് ഇന്ന ആൾ ഇന്ന ഗോത്രത്തിലുള്ള ആളാണെന്ന് തെളിയിക്കേണ്ടത്. ഇനി അതൊന്നും വേണ്ട, ക്രിത്താർട്സിനെയൊക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക വിഭാഗങ്ങളിലെ ഇവർ തീരുമാനിക്കും. വേറെ ധാരാളം പ്രശ്നങ്ങൾ ഈ റിപ്പോർട്ടിനകത്തുണ്ട്. മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. കേരളത്തിൽ വ്യാപകമായിട്ട് ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും ഈ കുരിശടികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരാധനാലയങ്ങളും ഒക്കെ ഉണ്ട്. ഇനി തൊട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 500 ചതുരശ്ര അടിയിൽ താഴെയുള്ള ആരാധനാലയങ്ങൾ കുരിശിൻ തൊട്ടികൾക്കും നമ്മളുടെ ബിൽഡിംഗ് പെർമിറ്റ് ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എവിടെ വേണമെങ്കിലും കുരിശ് കൃഷി നടത്തിക്കോളൂ, ഇനി എവിടെ വേണമെങ്കിലും കുരിശിൻ തൊട്ടി സ്ഥാപിച്ചോളൂ എന്നുള്ളതും ഈ റിപ്പോർട്ടിനകത്ത് പിണറായി വിജയൻ അംഗീകരിച്ചു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഈ ക്രൈസ്തവ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തിയോളജിക്കൽ കോളേജുകളുണ്ട്, തിയോളജി പഠിപ്പിക്കുന്ന മതപഠനം നടത്തുന്ന കോളേജുകളുണ്ട്. ആ കോളേജുകളിൽ പഠിക്കുന്ന അവരുടെ കോളേജുകളിലെ ഡിഗ്രിക്ക് സമാനമായിട്ടുള്ള കോഴ്സുകൾ പാസ്സാകുന്നവർക്ക് ബാക്കി സർവകലാശാലകളുടെ തത്തുല്യമായിട്ടുള്ള ബിരുദം അംഗീകരിക്കണം. അവരെ PSCയിൽ എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ ചരിത്രം പഠിക്കാൻ പോയ ആൾക്കാർക്ക് IAS എഴുതാനുള്ള ഒരു അവസരം പോലും ഉണ്ടാകാൻ പോവുകയാണ്. സൺഡേ സ്കൂൾ അധ്യാപകർക്ക് കേരളത്തിലെ മദ്രസകൾക്ക് വേണ്ടിയുള്ള ക്ഷേമനിധി ബോർഡുണ്ട്. മദ്രസകൾക്ക് ക്ഷേമനിധി ബോർഡുള്ള അതേ സാഹചര്യത്തിൽ തന്നെ ഈ സൺഡേ സ്കൂളുകളുടെ അധ്യാപകർക്കും ക്ഷേമനിധി ഏർപ്പെടുത്തണം. അവരുടെ സ്പെഷ്യൽ സ്കൂളുകളിലെ ജീവനക്കാർക്ക് എയ്ഡഡ് പദവി കൊടുത്തുകൊണ്ട് സർക്കാർ അവർക്ക് ശമ്പളം കൊടുക്കണം. ഇങ്ങനെ ധാരാളമായിട്ട് 1, 2, 3 നിരവധിയായിട്ടുള്ള, അതേപോലെ തന്നെ OEC വിഭാഗത്തിന് ക്ഷേമത്തിനായി പ്രത്യേക ഡയറക്ടറേറ്റ് രൂപീകരിക്കണം. ഇങ്ങനെ ധാരാളം സെമിത്തേരികൾക്കുള്ള വ്യവസ്ഥകൾ മാറ്റണം. എവിടെ വേണമെങ്കിലും സെമിത്തേരി തുടങ്ങാനുള്ള അവകാശം. ഇങ്ങനെ JB കോശി കമ്മീഷൻ ഒരു പരിധി വരെ ഭരണഘടനാ വിരുദ്ധവുമാണ്, ഹൈന്ദവ വിരുദ്ധമാണ്. കേരളത്തിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം കൂട്ടമായിട്ട് മതം മാറ്റാനുള്ള ആസൂത്രിതമായ ഒരു ശ്രമമാണ് ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽ കൂടി കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇന്ദിരാ സാഹ്നി കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയെ തകിടം മറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ഇവിടെ കൊണ്ടൊന്നും തീരത്തില്ല. ഇത് ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുകയും നിയമപരമായ പോരാട്ടങ്ങളിലൂടെ ഞങ്ങൾ പോവുകയും ചെയ്യും. ഇവിടെ നമ്മൾക്കറിയാം, ഹിന്ദുവിനെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒന്ന് തന്നെയാണ്. കുറച്ച് വിരലിൽ എണ്ണാവുന്ന VHP പോലെ, ഹിന്ദു ഐക്യവേദി പോലെ കുറച്ച് ഹിന്ദു സംഘടനകൾ മാത്രമുള്ളൂ എന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവർക്ക് ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഈ ഒരു സ്ഥിതിക്ക് മതം മാറ്റത്തിന് കൂടുതൽ പ്രോത്സാഹനം ചെയ്യുക എന്ന ഈ ഒരു അവസ്ഥ. ഇവിടെ നമ്മൾ മതം മാറ്റത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മതം മാറ്റം ഇവിടെ എവിടെ നടക്കുന്നു എന്നുള്ള ചോദ്യമൊക്കെ വലിയ ചോദ്യം ചോദിക്കും. ശരിക്ക് മതം മാറ്റം നടക്കുന്നുണ്ടോ അനിൽജി? വ്യാപകമായ രീതിയിൽ കേരളത്തിലെ മതം മാറ്റം നടക്കുന്നുണ്ട്. നമ്മൾ നോക്കേണ്ടത്, ഈ നമ്മുടെ സെൻസസ് 1951 സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം സെൻസസ് തുടങ്ങിയപ്പോൾ അതിനകത്തെ മതവിഭാഗങ്ങൾ ഹിന്ദു, ക്രൈസ്തവ, ബുദ്ധ, പാഴ്സി, ജൈന തുടങ്ങിയ 6 മതവിഭാഗങ്ങളെയും ORP എന്ന് പറഞ്ഞാൽ മറ്റ് മതവിഭാഗങ്ങള്, അതേപോലെ തന്നെ റിലീജിയൻ നോട്ട് ഡിക്ലെയർഡ് എന്ന് വെച്ചാൽ എനിക്ക് മതം പറയാൻ താല്പര്യമില്ല, അങ്ങനെ 7 or 8 ഗ്രൂപ്പുകളെ ഉള്ളൂ. ഇന്ന് ഇതിനകത്തെ ORP എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അത് രാജ്യത്ത് വളരെ അപകടകരമായ രീതിയിൽ മുന്നേറുകയാണ്. ഗോത്ര മേഖലയിലുള്ള ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ആദിവാസി വിഭാഗങ്ങളെ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലെ മിഷണറിമാരും കന്യാസ്ത്രീകളും പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, നിങ്ങൾ ഈ ജാതിയും മതവും ചോദിച്ച് സെൻസസ് ഉദ്യോഗസ്ഥർ വരുമ്പോൾ ORP ആണ് ഞങ്ങളെന്ന് പറയണം, ORP ആണെന്ന് പറയണം. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ കണക്ക് നോക്കുമ്പോൾ 1951 ശേഷം 2011 ഏറ്റവും അവസാന സെൻസസ് നടന്നത്. 2021 നടന്നില്ല, കോവിഡ് കാരണം. ഈ 1951 തൊട്ട് 2011 വരെയുള്ള സെൻസസിന്റെ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള പാറ്റേൺ നോക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് മതം കൂടിയിട്ടുള്ളത് മുസ്ലിങ്ങൾക്കും ORP വിഭാഗത്തിനുമാണ്. എന്ന് വെച്ചാൽ ഹിന്ദുക്കളിലെ ജനസംഖ്യ കുറഞ്ഞു. ഇവരെയൊക്കെ ORP എന്ന് വെച്ചാൽ മറ്റ് മതവിഭാഗങ്ങളിലെ വിശ്വാസികൾ എന്ന കാറ്റഗറി ചെയ്തുകൊണ്ട് കൂടുകയാണ്. ഈ കേരളത്തിലും വളരെ വ്യാപകമായ രീതിയിൽ മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ ബൈജു എന്ന ഹിന്ദു ആയ താങ്കൾ ബൈജു എന്ന പേര് നിലനിർത്തിക്കോളൂ, താങ്കളുടെ SSLC ബുക്കിലെ ഹിന്ദു ഡാഷ് ജാതി എന്നുള്ളത് നിലനിർത്തിക്കോളൂ. പക്ഷെ
ഞങ്ങളിലേക്ക് വിശ്വാസം കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞാല് മതം മാറ്റത്തിനേക്കാൾ കൂടുതൽ കേരളത്തിൽ ഇന്ന് വിശ്വാസമാറ്റമാണ് നടക്കുന്നത്. അത് ആസൂത്രിതമായ ശ്രമമാണ്. ഞാനൊരു താങ്കളോട് മറ്റൊരു ചോദ്യം ചോദിക്കാം. കേരളത്തിൽ ഇപ്പൊ ഏകദേശം ഒരു 10-13 ചാനലുകൾ ഉണ്ടല്ലോ, ടെലിവിഷൻ ചാനലുകൾ. ഇതിനകത്ത് എത്ര എണ്ണം ലാഭമുണ്ട്? 1-2-3 ചാനലുകളെ ലാഭമുള്ളൂ. കൈരളി TV ഉൾപ്പെടെയുള്ളതെല്ലാം നഷ്ടമാണ്. പക്ഷെ നമ്മൾ നോക്കൂ, താങ്കൾ ചാനലുകളൊന്ന് നോക്കുമ്പോൾ ക്രൈസ്തവ വിഭാഗത്തിന്റെ എത്ര ചാനലുകളുണ്ട്? ഷാലോം വിഷൻ, ഹാർവസ്റ്റ് TV, ജീസസ് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ധാരാളം ചാനലുകളുണ്ട്. 1 രൂപ പരസ്യം പോലും ഇവർക്ക് കിട്ടുന്നില്ല. പക്ഷെ ഈ ചാനൽ പ്രവർത്തിക്കുന്നു. അവിടെ സ്റ്റാഫിന് സാലറി കൊടുക്കണം. ഇതിന്റെ ഈ ലിങ്ക് അപ്ലോഡ് ചെയ്യുന്നതിനൊക്കെ എത്ര ലക്ഷം രൂപ വേണമെന്ന് താങ്കൾക്കും അറിയാമല്ലോ. ഈ പൈസ എവിടുന്നാണ് വരുന്നത്? ഒരു അന്താരാഷ്ട്ര തലത്തില് ഇതിനു വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വ്യാപകമായ രീതിയിൽ കോടാനുകോടി രൂപ ജോഷ്വ പ്രോജക്റ്റ് എന്നും മറ്റുമുള്ള പേരിൽ കൂടി ഈ ഭാരതത്തിൽ എത്തിച്ചേരുന്നു. അവര് ഈ കേരളത്തിൽ വ്യാപകമായും മതം മാറ്റുന്നു. കേരളത്തിനേക്കാൾ ഭീകരമായ രീതിയിലാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങള്, അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവര് മതം മാറ്റം. അതാണ് ഈ കന്യാസ്ത്രീകളൊക്കെ ഈ സ്ഥലങ്ങളിലേക്ക് എന്തിനാണ് കൂടുതൽ പോകുന്നത്? ഇവിടെ മതം മാറ്റമാണ്. ഹിന്ദു മേഖലയിൽ ഇവർക്ക് മുസ്ലിം മേഖലയിൽ ചെന്ന് മതം മാറ്റാൻ ധൈര്യമില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഹിന്ദുക്കളുടെ കൂട്ടല്ല, വല്ലതും മേടിച്ചു കൂട്ടും. അത് 100% ഉറപ്പാ. അല്ലാതെ ഹിന്ദുക്കളിലെ പതിതരെയും പീഡിതരെയും ഉന്നതി വെച്ചുകൊണ്ടുള്ള മതപരിവർത്തനമല്ല. എണ്ണം കൂട്ടുക, അത് ശുദ്ധ തോന്നിയവാസമാണ് ഇവർ കാണിക്കുന്നത്. ഇവരെയൊക്കെ പിന്താങ്ങിക്കൊണ്ട് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് വളരെ സങ്കടകരമായ സാഹചര്യമാണ്. മതം മാറ്റം ഉണ്ട്. ഒരു കാര്യം കൂടെ താങ്കളോട് പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രധാനപ്പെട്ട ആപ്തവാക്യങ്ങളിൽ ഒന്ന് ധർമാന്തരൻ ബന്ധുഹോ എന്നാണ്. എന്ന് വെച്ചാൽ മതപരിവർത്തനം ഇല്ലാതാകണം. ഞങ്ങൾ വളരെ ശക്തമായ രീതിയിൽ കേരളത്തിൽ വ്യാപകമായ രീതിയിൽ കർവാപ്പസി, ഞങ്ങൾ മതപരിവർത്തനമല്ല ചെയ്യുന്നത്. ഇവരൊക്കെ ഒരു കാലത്ത് ഈ സനാതനധർമ്മത്തിന്റെ ഭാഗമായിരുന്നുവെന്നും അവരെ സ്വഗൃഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് വ്യാപകമായ രീതിയിൽ ഞങ്ങൾ വലിയ പബ്ലിസിറ്റി കൊടുക്കാതെ ദിവസവും ഒരു 25-30 പേരെ കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഞങ്ങൾ കർവാപ്പസി പ്രകാരം ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇന്നലെ പോലും ഞങ്ങൾ ഒരു ക്രൈസ്തവ കുടുംബത്തിലെ 5 പേരെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ആലപ്പുഴ ജില്ലയിലെ ഒരു സ്ഥലത്ത് തന്നെ. ഇങ്ങനെ കേരളത്തിൽ വ്യാപകമായിട്ടുണ്ട്. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയുന്ന ആപ്തവാക്യം കൃത്യമായി നടപ്പാക്കും. ഇനി അങ്ങോട്ടൊന്ന് പോയാൽ തിരിച്ചിങ്ങോട്ട് 5-നെ ഞങ്ങൾ കൊണ്ടുവരും. അത് 100%. എന്തായാലും JB കോശി റിപ്പോർട്ട് എന്നതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ കേരളത്തിൽ നടക്കുന്ന വലിയൊരു മത ലോബി, അതല്ലെങ്കിൽ മതപരിവർത്തനം, മാറ്റം, ഇത്തരത്തിൽ ഒരുപാട് ഭീഷണികൾ നേരിടുന്ന ആ ഒരു ഹിന്ദു സമുദായത്തിന്, ഹിന്ദു സമൂഹത്തിന് ഒന്നടങ്കം BJP-യുടെ നേതൃത്വത്തിലായാലും ഇനി RSSന്റെ ഒന്നടങ്കമുള്ള നേതൃത്വത്തിലായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇനിയും ആവത് കഴിയട്ടെ എന്ന വലിയൊരു ആശംസയോടെ തന്നെ ഈ ഒരു JB കോശി റിപ്പോർട്ട് എന്താണ്, അതിലെ അപകടം എന്താണ് എന്ന് സാധാരണക്കാർക്ക് ലളിതമായിട്ടുള്ള ഭാഷയിൽ തന്നെ പറഞ്ഞു കൊടുത്ത അനിൽജി ഒരുപാട് നന്ദിയുണ്ട്. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെ വരാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.